വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. യെസ്, അങ്ങനെ ദിയാകൃഷ്ണയുടെ ഒരു വ്ളോഗ് കണ്ടു. അതിൽ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ദിയാകൃഷ്ണ മലേഷ്യ ട്രിപ്പാണ്. ട്രിപ്പ് പോയിക്കോട്ടെ, അവരുടെ ഇഷ്ടമാണ്, അവരുടെ പൈസയാണ്, അവരുടെ ടൈമാണ്, അവരുടെ എൻജോയ്മെൻ്റാണ്, അവർ പോട്ടെ. വിഷയം അതല്ല. ഈ ഫസ്റ്റ് കേട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടല്ലോ അല്ലേ? ഈ വ്ളോഗ് നിങ്ങൾ എത്ര പേര് കണ്ടു? കണ്ടവരൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം എന്താ അറിയോ, എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം. മറ്റേ മുരളി ഗോപിയുടെ ഡയലോഗ് വരുന്നു, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആൻഡ് എവരിബഡി. നിങ്ങളെ മനസ്സിലാവാത്തോട് ചോദിക്കുക, നിങ്ങൾ എഴുത്തിമാരും അനിയത്തിമാരും തമ്മിൽ മത്സരിട്ടുണ്ടോ? മോള് പോവാൻ, ഏറ് പോയി കളിക്കാൻ? കാരണം എന്താ വെച്ചാൽ ഇവർ പരസ്പരം ഈ കുടുംബത്തിലുള്ളവർ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു എയറിലേക്ക് പോകാൻ. ഇത്ര അധികം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ലേ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന സമയത്ത് ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുള്ളത്? ഇതിൽ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ദേ വോണ്ട് കോൺട്രവേഴ്സി ടു സ്റ്റേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കൃഷ്ണകുമാർ പുള്ളിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. കാരണം ഏതൊരു ചെറിയൊരു ഈ റീസെൻ്റായിട്ട് എന്തൊരു വിഷയം ഈ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്നുള്ള അറിയില്ല. ദിയ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലേഷ്യൻ ട്രിപ്പാണ്. മലേഷ്യൻ ട്രിപ്പിൽ അവർ ഈ കുട്ടിയുടെ ബർത്ത്ഡേ, എനിക്ക് തോന്നുന്നു അവരെ ബർത്ത്ഡേ, നാട്ടിലെ ബർത്ത്ഡേ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അവർ പ്ലാൻ ചെയ്തതിന് മുന്നെടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതായത് ഈ കുട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അവർ മലേഷ്യയിലേക്ക് പോവുകയാണ്. അതിന് ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഈ ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് ഇത്ര അധികം വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും കുട്ടിക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. എനിക്ക് അതിലൊരു കുഴപ്പമില്ല കേട്ടോ. ആ ഒരു തോട്ടിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നൊരു കേസാണ്, ഇത്ര ചെറിയ പ്രായത്തിൽ എന്തിനാ അത്ര വലിയ പാർട്ടി അവന് നടത്തിയിട്ടുള്ളത്, അവൻ എന്തായാലും ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അവനൊരു കുറച്ച് പ്രായമായി കഴിഞ്ഞ് അത് ഓർമ്മയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം നടത്തിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ വിഷയം അതല്ല. ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പറയാം, കുറേ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാകെ അരമ്പാവും. അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട് പോകും, പിന്നെ തിരിച്ചു തരില്ല. സീരിയസ്ലി ഇവർക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് ചോദിച്ചിട്ട് എഴുത്തി തമ്മിൽ മത്സരമാണോ? അമ്മ അവിടെ മോളിൽ ചെന്നിട്ടേ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് അനിയത്തിമാരോട്, നല്ല സുഖമാണ് കേട്ടോ അവിടെ എയറിൽ, നമ്മൾ അവിടുത്തെ കണ്ടീഷനല്ല, ഫുൾ സെറ്റപ്പോട് കൂടി താമസിക്കുക എന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇവരെല്ലാവരും ഓരോന്നോരോന്നോരായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണം. അല്ല, ഇപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം എന്താ? ഞാൻ ആ കംപ്ലീറ്റ് വീഡിയോ പ്ലേ ചെയ്യാം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാണാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ അതും ചെയ്യുക. എന്തൊക്കെയാ ചെയ്യുക, കുറേ നേരമായി അല്ലേ? എല്ലാം ചെയ്തോളൂ. നോക്കാം എന്താണ് ദിയയുടെ വ്ളോഗ് എന്ന്. അമ്മു ഇവരോട് വർക്ക് ചെയ്തു, ഫോളോഡ് ബൈ അമ്മ, ഇഷാനി, ഹൻസു, എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവർ മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു. എൻ്റെ വ്ളോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു യെസ്. അപ്പോൾ ഈ വഴി കിടക്കുന്നവർ എന്നുള്ള പ്രയോഗം പോയി. വഴി കിടക്കുന്നവർ കഴിഞ്ഞു കേട്ടോ. ഇനി വഴി കിടക്കുന്നവരല്ല, പിള്ളേരെ പിടുത്തക്കാർ. അതായത് ഈ അലമ്പാണ്. ഇത് കുറേ ആൾക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞ് അവർ പാർട്ടിക്കൊക്കെ വന്നു കഴിഞ്ഞ് ആകെ അലമ്പായി കഴിഞ്ഞ് കുറേ അവർ മോമിയെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു. ഒരു അടിപൊളിയായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കമൻറ്റ് ഇവർ ഓരോരുത്തർ ഇതിനായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനും അതന്നെ ചിന്തിച്ചത്, ഇവർ മുഴുവൻ വിളിക്കുന്ന ഈ കുട്ടികളെ പിടുത്തക്കാരെയാണോ, ഈ പിള്ളേരെ പിടുത്തക്കാരെയാണോ ഇവർ കംപ്ലീറ്റ് പാർട്ടിക്ക് ക്ഷണിക്കുന്നത്? സത്യമായിട്ടും തോന്നിപ്പോവാണ്. വെക്കാം ഇവിടെ ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് കോലാഹലം വേണ്ട. കുട്ടികൾ ഇവരെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നവർ ഇവരുടെ കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നു. ഇവരുടെ
ഇവരുടെ റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ പരിചയത്തിലുള്ള ആൾക്കാർ ഇവർ ബർത്ത്ഡേ ക്ഷണിക്കാൻ താല്പര്യം മീൻസ് ഇവർ ബർത്ത്ഡേ ക്ഷണിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നാണോ മാനോ ഇല്ലാതെ പോവാതിരിക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ ഇവരുടെ വീഡിയോയുടെ അടിയിൽ കുറേ സെൻസിബിൾ ആയിട്ടുള്ള കമൻസ് കണ്ടു. അതിലൊന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കുന്നത് പിള്ളേരെ പിടുത്തക്കാരെയാണെന്ന്. അതോ ഇനി ഇതും ഉദ്ദേശിച്ചിട്ടുള്ള പണ്ട് വഴി കിടക്കുന്നവരെ കുട്ടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം പുറത്തു വന്നത് ഇനി കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു തരുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് അശ്വിൻ്റെ ഫാമിലിയിലാണോ? കാരണം എന്താ പറയുക, കുറച്ച് ദിവസം മുന്നേ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ദിയ കൃഷ്ണ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. നമ്മളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോട്ട്, ഒരു പിക്ചർ ഷെയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സജസ്റ്റിംഗ് ദർ ഇസ് സം സീരിയസ് ഇഷ്യൂ. ഇവർക്ക് ഈ ദിയയ്ക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ട് എന്തോ ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് വഴി കിടന്നവർ എന്ന് പറഞ്ഞിട്ട് ആ അമ്മേനെ ഇവരൊക്കെ അധിക്ഷേപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം പറഞ്ഞ വർത്താനം കേട്ടു, പിള്ളേരെ ആൾക്കാരും ഒന്ന് എടുത്തുകൊണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ അപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടല്ലോ, ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഇവൻ നിർഗുണൻ എന്നാണല്ലോ വിളിക്കുന്നത്. ഇങ്ങനെ അവനും കാണില്ലേ, അറ്റ്ലീസ്റ്റ് ഹീ ഹാസ് ഗോട്ട് സം കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് വേണ്ടേ? അരെ ഇവന് കുറച്ചൊരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. നമുക്കിതിലിപ്പോൾ ഇല്ല അത്രയും വ്യാകുലരായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ കുടുംബ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഇത് കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോകുന്നു സുഹൃത്തുക്കളെ. അതായത് ഈ ചങ്ങാതി ഇവൻ കാണില്ലേ, ഇപ്പം അവൻ്റെ പിന്നെ അതേമാതിരി ഒരു അച്ഛനമ്മയും വളർത്തിണ്ടാക്കിയതല്ലേ ഇവരുടെ ഭർത്താവ്. അപ്പോൾ അവർ വീട്ടുകാരെയും വിളിക്കാണ്ട് പരിപാടി നടത്തുന്നത്, അവർ അലമ്പാണ്, അവർ കുട്ടികളെ പിടിച്ചുകൊണ്ടോ എന്നുള്ളതാണോ പറഞ്ഞത്? എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇനി എനിക്ക് മാത്രമാണോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്? തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് ഇതുപോലത്തെ ആൾക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതിരിക്കും. അവർ നിങ്ങളെയൊക്കെ അലമ്പായിട്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് അലമ്പാക്കാൻ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ളത് പുലിവാൽ കല്യാണം എന്ന് പഴയ എന്താ പറയുക പൗരാണിക സിനിമയിൽ പച്ചവസ്ത്രം ധരിച്ച് നമ്മുടെ ഹരിശ്രീ അശോകനും ഭാര്യമാരും കുട്ടികളും ആ ടീമുണ്ടല്ലോ, ജയസൂര്യയുടെ ഫാമിലി കംപ്ലീറ്റ് വളരെ സന്തോഷമായിട്ട് ആ ഒരു പരിപാടിക്ക് പോയിട്ട് അവർ ആട്ടിയിറക്കുന്ന രീതിയിലുള്ള ഒരു ലാലുലക്സിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഇതുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. അവരിങ്ങനെ അലമ്പാക്കുമോ? ശരിയാണ്, കുട്ടിയുടെ ബർത്ത്ഡേ ശരി, ഒരു വയസ്സിലുള്ള കുട്ടി, അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു വയസ്സിൽ ആ കുട്ടി പത്രമൊന്നും അവൻ അത്രയധികം പ്രശ്നവും കാര്യങ്ങളും ഒഴിവാക്കാം, അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ക്ലോസ് സർക്കിളിൽ ചെയ്താക്കുന്നു, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പൂളൊക്കെ ഇഷ്ടമാണ് കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നു. അതൊക്കെ ഇസ് ഫൈൻ ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതിനകത്ത് അത്ര വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ സംഭവം കുട്ടികളെടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ തരില്ല എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ പിടുത്തക്കാരെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന വഴിയാണുള്ളത്. ചേടാ, ഇത് എന്തിനാ, ഇവരേത് ലോകത്താണോ ജീവിക്കുന്നത്? ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ അല്ല, ഹോസ്റ്റ് ചെയ്യുന്നവർ ആദ്യം തന്നെ പോയിക്കോളൂ പ്ലീസ്. ഇനി നിങ്ങൾ ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് പോയിക്കോളൂ. ഇനി അതിൻ്റെ ഒരു അസ്കിതം വേണ്ട, മനസ്സിലായോ? അപ്പോൾ എന്തൊരു ചേട്ടാ, ഇതൊക്കെ ഈ ലോകത്ത് ഇത്ര വലിയ പ്രശ്നം എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളും കുറേ ഇത്രയൊന്നും വലിയ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളും കുറേ പാർട്ടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻ, അതൊരു സന്തോഷമല്ലേ? നമ്മളെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അതിന് ഒരുപാട് പേരെ വിളിക്കുക, അവർ തരിക, അവർ വന്ന് ആ കുട്ടിയെ ബ്ലെസ് ചെയ്യുക, കുട്ടിയെ കാണുക, സമ്മാനം കൊടുക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അവർക്കൊരു സന്തോഷമായിട്ട് ഭക്ഷണം കൊടുക്കുക, മനസ്സ് നിറഞ്ഞവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർ ഹാപ്പി ആയിട്ട് പോവുക, അതൊരു മൂമെൻ്റാക്കി മനസ്സ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. മനസ്സിൽ നന്മയുള്ള ആൾക്കാരുണ്ടല്ലോ, തറവാടിത്തം, നന്മ, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ചേർന്നിട്ടുള്ള പരിപാടി. അങ്ങനത്തെ ആൾക്കാരങ്ങനെ. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം, നമ്മൾ ഈ ഒരു വിഷയത്തിന് അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ വരുന്നവർ കംപ്ലീറ്റ് അലമ്പാണ്, ഇവരൊക്കെ പിള്ളേരെ പിടുത്തക്കാരാണ്, അല്ലെങ്കിൽ കുട്ടിയെ പിടിച്ച ഇവരൊക്കെ ഞാൻ അങ്ങനെ പറയല്ല, എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. അപ്പോൾ ആ കുട്ടീനൊക്കെ ഒരാൾ വന്നിട്ട് അതിന് സന്തോഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവും ഇവരുടെ മനസ്സിലുണ്ടായിരിക്കുക? പിള്ളേരെ പിടുത്തക്കാരാന്നുള്ളതാ? ഇവർ മാത്രം കുട്ടീനെ കാണുന്ന ആൾക്കാരോ? ഇവർ മാത്രം കുട്ടികളും ഇവർ മൈ ഗോഡ്, ഇത് എന്തല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരുപാട് അങ്ങനെ പാർട്ടീസൊക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഏറ്റ പരിപാടിയാണ്, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷേ പിറന്നാളിന് ചെറിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പിറന്നാളിനൊരു ഫംഗ്ഷൻ വെക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടീസ് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക,
എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. നാണമില്ലാത്ത ആൾക്കാരെ ദയവ് ചെയ്ത് ഇതുപോലത്തെ പരിപാടിക്ക് വെറുതെ നല്ല പറയണത്, ഇതുപോലത്തെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്ന് വിട്ട് നിന്നോളൂ കേട്ടോ. ഇതുപോലെ പരിപാടിക്ക് പോവാതിരിക്കും. അവർ വന്ന് കഴിച്ച് ഫോട്ടോ എടുത്തിട്ട് അരെ ഇതൊക്കെ എത്ര ആൾക്കാർ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഇവർ ബർത്ത്ഡേക്ക് വിളിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നാണോ മാനമില്ലാത്ത പരിപാടിക്ക് പോവോ? ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവ് നമുക്ക് മാറ്റിവിടും. അപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യം. ഓരോരുത്തർക്കും ഓരോ ട്രോമ. ഇതിന് മുന്നേ അഹാന പറഞ്ഞു, അഹാനയ്ക്ക് വേറെ ട്രോമ. 5-6 ബെഡ്റൂമുള്ള വീടുണ്ട് മറ്റേ തൻവിക്ക്, അതൊരു ട്രോമ. ഇവർക്ക് എന്താ വെച്ചാൽ പിന്നെ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തി അതിൽ കുറേ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്ത് പോയാൽ അതും ട്രോമ. എന്തൊക്കെ ട്രോമ ഭഗവാനെ! ഈ ട്രോമ കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് മാറ്റിവിടും. അപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ്. അതിന് വേറെ നിവൃത്തി ഉണ്ടാവില്ല. അതിനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പാവം നമ്മൾ കാണുന്നതുകൊണ്ട് പറയാം കേട്ടോ. അതിന് നിവൃത്തി ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലൊക്കെ ഐ വുഡ് നെവർ. നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പോൾ ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലുമൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ? അത് ഒരു പോയിന്റാണ് പറഞ്ഞത് കേട്ടോ. അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ തോന്നും. പക്ഷെ അവസാനം കൊണ്ടേ അലമ്പാക്കി. അവസാനം ഗിഫ്റ്റ് തരും, അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണമെന്ന്. അങ്ങനെ കുറേ ടീമുണ്ട്. അതായത് നമ്മൾ വളരെ സന്തോഷമായിട്ട് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് പൊട്ടിക്കുക പോലും ഇല്ല. ഇവരെന്ത് ചെയ്യണു? ആ ഗിഫ്റ്റ് അതേപോലെ മാറ്റി വെച്ചിട്ട് പിന്നീട് അടുത്ത ഫംഗ്ഷൻ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വെറുതെ എടുത്ത് കൊടുക്കുക. എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിന് സന്തോഷം ഉണ്ടായിട്ടായിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു ഗിഫ്റ്റും കൊണ്ട് പോകുന്നത്. ഇത് എന്ത് മെൻറ്റാലിറ്റി ഭഗവാനെ ഇവരിങ്ങനെ ഒരു ഫാമിലി. എനിക്കറിയില്ല എങ്ങനെയൊക്കെ ചിന്ത. ഞാൻ സീരിയസ്ലി നമ്മുടെ പരിചയത്തിലുള്ള ഒരാളും ഇതുപോലത്തെ ആൾക്കാരില്ല കേട്ടോ. ആരുണ്ടോ? അയ്യോ കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജ് നമുക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അതാണ് സംഭവം. ഇതൊക്കെ മാറ്റി വെച്ച് കാശ് ചിലവോ പരിപാടി കാര്യങ്ങളൊന്നും നോക്കാം. നമ്മൾ നേരെ നമ്മുടെ ടൂർ പാർട്ട്ണറെ അങ്ങോട്ട് ഇതാക്കിയിട്ട് നമ്മൾ നേരെ മലേഷ്യ വന്നിട്ട് അതാകുമ്പോൾ ഒരു കുഞ്ഞു കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ അവന് വേണ്ട പോലെ അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഇഷ്ടം. അതൊരു പോയിന്റ്. അത് വളരെ വളരെ വാലിഡ് പോയിന്റ്. കാരണം വെച്ചാൽ അതാകുമ്പോൾ പിന്നെ ആർക്കൊന്നും ഭക്ഷണമൊന്നും കൊടുക്കണ്ട, ഒരു പച്ചവെള്ളം പോലും ആർക്കും കൊടുക്കണ്ട. അവനാൻ പോയിട്ട് അങ്ങനെ സ്വന്തം കാര്യം സിദ്ധാബാദ് എന്നിട്ട് പരിപാടി നടന്നാൽ മതിയല്ലോ. കൊണ്ടുപോകുന്നു അവൻ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു. അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ അവൻ ഇതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. ആ കുട്ടി ആ ഒരു സംഭവം ഞാൻ ഡെഫിനറ്റ്ലി അതിൽ നമുക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ ഈ പറയുന്ന രീതിയും ചിന്താഗതിയാണ് ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവേ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവരെ തറയിൽ ഇറക്കി വിടാറില്ല. ഇച്ചിരി തറയിൽ ഇറക്കി വിട്ടേ, കാരണം അവന് ഇഷ്ടമാണ്. ഇനിയാണ് ഇതിന്റെ മോസ്റ്റ് അവൈറ്റഡ് പാർട്ടിലേക്ക് പോകുന്നത്. ഇതിന്റെ കോമന്റ് ബോക്സ്. ഇവരുടെ വീഡിയോക്ക് ഇങ്ങനെ പറയാം. ഇതിൽ കോമന്റ് ബോക്സ് നമ്മൾ നോക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, ബിന്ദു 3800 കമൻറ്റ് കിട്ടിയിട്ട് 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ബിന്ദു ടാറ്റ 498 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമൻറ്റാണ്. നിങ്ങൾ പിള്ളേരെ പിടുത്തക്കാരെയാണോ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നത്? കൊച്ചിനെ തിരിച്ചു തരാതിരിക്കാൻ 3800 ആൾക്കാർ ലൈക്ക് ചെയ്യാതിരിക്കും. ബിന്ദു ടാറ്റ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ വക ഒരു ലൈക്ക് ചോദിക്കാതിരിക്കുമോ? അതുകൊണ്ടാവും ബർത്ത്ഡേക്ക് അശ്വിൻ്റെ കയ്യിൽ പോലും കൊടുക്കാതിരുന്നത്. പൊങ്ങച്ചം എന്താണെന്ന് പോലും അറിയാത്ത കുടുംബം. ഇനി ബാക്കിയുള്ള കോമൻസിലേക്ക് പോകാം. കോമൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫാമിലി തന്നെ അലമ്പാണ്. അതുകൊണ്ട് ശരി, നിങ്ങളുടെ ഫാമിലി തന്നെ അലമ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡയലോഗ് അടിച്ചത്. കുഞ്ഞിനെ ആരും എടുക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ അല്ല. അപ്പോൾ പിന്നെ യൂട്യൂബിൽ ഇട്ടു മറ്റുള്ളവരെ കൂടെ ശല്യപ്പെടുത്താതിരുന്നുകൂടെ? അശ്വിൻ്റെ വീട്ടുകാരെയാണോ ഉദ്ദേശിച്ചത്? അഹങ്കാരം പാടില്ല. ഈ സ്ത്രീക്ക് വട്ടാണോ? ബർത്ത്ഡേക്ക് വരുന്ന പിള്ളേരെ പിടുത്തക്കാരാണോ? കഷ്ടം. ഇങ്ങനെ ഒരു അലവലാതി കുടുംബം. ഐ തിങ്ക് വൈഷ്ണവ് ഇസ് ദ മോസ്റ്റ് ലക്കി മാൻ ഇൻ ദിസ് പ്ലാനറ്റ്. വാട്ട് ആൻ എസ്കേപ്പ്. ഇങ്ങനെ ഒരു നാറിയ വൃത്തികെട്ട ക്യാരക്ടറൽ ഫാമിലി. മണി കാൻ ബൈ കൾച്ചർ ആൻഡ് വാല്യൂസ്. ലക്ഷറി വോൺ ബൈ ക്ലാസ് ആൻഡ് കൾച്ചർ. അശ്വിൻ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല. എല്ലാം പൈസയ്ക്കും ഫെയിമിനും വേണ്ടി നിൽക്കുന്നു. ഇത്രയും ആഹാരം പിടിച്ച മനുഷ്യരെ, യെസ്, ഓമി കുഞ്ഞ്, ഓമ പൊടി എന്നൊക്കെ വിളിച്ച് കൊഞ്ചിക്കുന്നവരോട് വഴിയിൽ പോകുന്ന കുട്ടികളെ കൊഞ്ചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ജസ്റ്റ് ലവ് യുവർ കിഡ്സ്. അവരെ കൊഞ്ചിക്ക്. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഉള്ള കുഞ്ഞുങ്ങളെ കൊഞ്ചിക്ക്. അവർക്കൊക്കെ കൊടുക്കുന്ന സ്നേഹം
കരുതലും ഒക്കെ തിരിച്ചു കിട്ടുള്ളൂ. ബെറ്റർ ഡൈ ആസ് എ മാൻ ഫോർ വൺ ഡേ ദൻ ലിവിങ് എൻറ്റയർ ലൈഫ് ആസ് എ ഡോഗ്. അശ്വിൻ ഗണേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കമൻസ്. ഇത്രയൊക്കെ ആയിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. സത്യത്തിൽ ഈ പെണ്ണിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഈ ലോകത്ത് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല. ഏറ്റവും സോറി ഫോർ ദാറ്റ്, ഐ ഡോണ്ട് എൻഡോഴ്സ്. ഞാൻ ഈ കമൻറ്റുകളൊന്നും എൻഡോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ. അതിനെ ആരും എടുത്തു കൊണ്ടുപോകില്ല. എല്ലാവർക്കും അവരുടെ സ്വന്തം കുഞ്ഞുണ്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പണ്ട് കുട്ടികളെ കാണുമ്പോഴും കളിപ്പിക്കുകയും എടുക്കുകയും കളിക്കുകയും ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുഞ്ഞ് വലിയ സംഭവമൊന്നുമല്ല. കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും കൊഞ്ചിക്കും. നിങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൂടാതെ പല ബ്ലോഗുകളും അതേ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അത്രയേ ഉള്ളൂ ബ്രോ, ടേക്ക് ഇറ്റ് ഈസി. പോയി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നോക്ക്, അല്ലാതെ വഴിയിൽ പോകുന്നവരുടെ പിള്ളേരെ എന്തിന് ഇതാക്കുന്നു? അശ്വിൻ, പ്ലീസ് ഗീവ് റെസ്പെക്ട് ടു യുവർ ഫാമിലി. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. സച്ച് എ ടോക്സിക് പാരൻറ്റിങ്. ഇനിയെങ്കിലും അവരുടെ വ്ളോഗിൻ്റെ അടിയിൽ വന്ന് ഓമിയെ കാണാൻ വരുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ഇടല്ലേ. നിങ്ങൾ പിള്ളേരെ പിടുത്തക്കാരാണോ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? അല്ല കൊച്ചിനെ കൊണ്ടുപോയി തിരിച്ചു തരാൻ എന്നൊക്കെ പറയുന്നത്. ദിയ അല്ല പ്രോബ്ലം, ശരിക്കും അശ്വിനാണ്. അയാൾ അല്ലേ സ്വന്തം ഫാമിലിയെ വേണ്ട എന്ന് വെച്ച് നടക്കുന്നത്. യെസ്, എന്തായാലും ഒക്കെ വീഡിയോ ഉള്ളതുകൊണ്ട് കാര്യമായി. ഓമി വലുതായി കല്യാണം കഴിയുമ്പോൾ അമ്മയോടും അച്ഛനോടും എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇത് കണ്ട് പഠിക്കാമല്ലോ. ഭാര്യയുടെയും കെട്ടിയോ കുട്ടിയുടെയും കാര്യം നോക്കിയാൽ മതിയല്ലോ. കുഞ്ഞുങ്ങൾ ഒരിക്കലും നമ്മുടെ മാത്രമല്ല ദിയ. എത്ര നാൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും? ദിയ, ഞാൻ സ്ഥിരമായി കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയല്ല, എന്നാലും ഇത് പറയാതെ വയ്യ. തനിക്കും വളർന്നു വരുന്ന ഒരു ആൺകുട്ടിയാണ്, ഒരിക്കലും മറന്നു പോകരുത്. നാളെ അവൻ നിങ്ങളെ മാറ്റി നിർത്തി അവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? താൻ തന്നെ പറഞ്ഞല്ലോ അവർ വേറെ ഒരാളെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും സഹിക്കാൻ പറ്റില്ലെന്ന്. അതുപോലെ ഒരു അമ്മയുടെ മകനല്ലേ ഡോ അശ്വിനും കർമ്മ തിരികെ ലഭിക്കാതിരിക്കില്ല. ഓണസ്റ്റ്ലി ഓമി ജസ്റ്റ് ലൈക്ക് ഒരു ഓർഡിനറി ചൈൽഡ് എന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയെ. ദിയ, വിവരക്കേട് പറയാതെ. കുറേ ആയി കേട്ടോണ്ടിരിക്കുന്നു. ഞങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ട്, ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. ആരും കുഞ്ഞിനെടുത്ത് തരാതെ ഇരുന്നിട്ടില്ല. ഇതൊക്കെ നിൻ്റെ ഇഷ്ടം. ബട്ട് എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് ലോജിക്കായിട്ട് പറ. കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന തരുന്നില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പിള്ളേരെ പിടുത്തക്കാരാണോ? മലയാളികൾ എത്ര സമയമാണ് വെറുതെ കളയുന്നത്? I understood your point about choosing travel over a birthday party, but the comment about someone taking your child and never bringing them back felt unnecessary and confusing. Heavy PR work comment box. Dear Diya Krishna, Dear Diya Krishna, during your 7th month ceremony, the function was hosted by your husband's family. അതായത് 7 മാസത്തിലുള്ള ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫാമിലി ആയിരുന്നു. എന്നിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അശ്വിൻ്റെ ഫാമിലിക്കും അതേ റെസ്പെക്റ്റും ഇൻക്ലൂഷനും ഡിസേർവ് ചെയ്യുന്നു. പ്ലീസ് ട്രീറ്റ് ബോത്ത് ഫാമിലീസ് ഈക്വലി. രണ്ട് ഫാമിലിയും ഈക്വലായി ട്രീറ്റ് ചെയ്യുക. ആൻഡ് മേക്ക് എൻ എഫേർട്ട് ടു വാല്യൂ ആൻഡ് റെസ്പെക്ട് ഈച്ച് സൈഡ് വിതൗട്ട് ഷോയിങ് ഫേവറിറ്റിസം. എല്ലാ സൈഡും റെസ്പെക്റ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാ സൈഡും റെസ്പെക്റ്റ് ചെയ്യുക. ആൾക്കാരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക. മനുഷ്യന്മാരെ മാതിരി പെരുമാറുക. ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമൊക്കെ സംഭവമൊക്കെ സത്യം. പക്ഷേ ഇതിങ്ങനൊരു കാരണം പറച്ചിലുണ്ടോ? ഞാൻ വീണ്ടും അത് പറയാൻ കാരണം എന്താ അറിയോ? ഇതുപോലത്തെ ആൾക്കാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് കഴിക്കുന്നവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കല്ലേ. അവർ തരുന്ന ഒരു വറ്റ് അല്ലെങ്കിൽ അവരവിടുന്ന് കുടിക്കുന്ന ഒരു വെള്ളം പോലും അത് അത്ര മാരകമായി നമ്മുടെ ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ വൈ ഡു വി ഗിവ് ഫുഡ്? നമ്മളെ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് എന്തിനാ കൊടുക്കും? നമ്മൾ സന്തോഷമായിട്ട് ആൾക്കാരെ വരുത്തല്ലേ. അവർ വരുന്നത് തന്നെയല്ലേ യുവർ പ്രസൻസ് ഇസ് എന്താ പറയുക ബ്ലെസ്സിങ് എന്നൊക്കെ പറയില്ലേ. കുട്ടികളുടെ പിറന്നാളിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളെ കുട്ടിയെ അനുഗ്രഹിച്ചൊരു സന്തോഷമായിട്ട് അവർ തിരിച്ചു പോകണം എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് ഒരുമാതിരി ഭിക്ഷ കൊടുക്കുന്നത് പോലെയാണോ? എന്നിട്ട് പിള്ളേരെ പിടുത്തക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഐ എം റിയലി സോറി. മത്സരിച്ചോളൂ, പക്ഷേ വേറെ വല്ല പരിപാടിക്കും മത്സരിക്കൂ. എയറിലേക്ക് പോകുവാൻ സ്വന്തം സിസ്റ്റേഴ്സിനായിട്ട് മത്സരിക്കാതിരിക്കൂ. പുറത്തുള്ള മറ്റ് വ്ളോഗേഴ്സിനായിട്ട് മത്സരിക്കുകയാണെങ്കിൽ തിരക്കിടില്ല. ഇത് ഒരേ കുടുംബത്തിൽ എഴുത്തിയനിയത്തിമാർ തമ്മിൽ തന്നെ തല്ലാണ്. ഞാൻ ഇനി കുറച്ച് ദിവസം നീ പോയിരുന്നില്ല, ഈ താഴത്തേക്ക് ഇറങ്ങി പിടിച്ചു കളിച്ച് ഇറക്കുന്നുണ്ട്. അധിക ദിവസം അവിടെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടില്ല അല്ലേ? എടുത്തി അവിടെ ഇരുന്നപ്പോഴേ അധിക ദിവസം ഇഷ്ടപ്പെടില്ല. അതിന് മുന്നേ പിടിച്ചു വലിച്ച് ഇറക്കിയിട്ട് അങ്ങോട്ട് കയറാനുള്ള പരിപാടി ചെയ്യുക. ഇത്ര വലിയ സുഖം ഉണ്ടാവും അവിടെ? നമ്മൾ പിന്നെ ഹെയറിലൊന്നും പോകാത്തോണ്ടേ ഇത്ര വലിയ സുഖം ഉണ്ടോ? നീ പോയി നോക്കണോ? ഇടയ്ക്കിടയ്ക്ക് പോകണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യോ. നമുക്ക് എങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.